അരുൺ, ഒരുപക്ഷെ ഈ വ്യാജ വാർത്താ നിർമ്മിതിയുമായി ബന്ധപ്പെട്ട് ആദ്യം പുറത്തു വന്ന് തന്നെ പാകിസ്ഥാൻ്റെ ഉപപ്രധാനമന്ത്രി പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. എങ്ങനെയാണ് ഇന്ത്യക്ക് തിരിച്ചടി നൽകുന്നത് എന്നുള്ളത് ചോദ്യവുമായി ബന്ധപ്പെട്ട് അത് സോഷ്യൽ മീഡിയകളിലൂടെ കാണാൻ കഴിയുന്നുണ്ടല്ലോ എന്നുള്ളൊരു മറുപടി വരികയും ചെയ്തു. അതോടൊപ്പം തന്നെ രാജ്യത്ത് വിവിധ യുദ്ധവെറിയന്മാർ, യുദ്ധത്തിൽ വല്ലാത്ത യുദ്ധം വരുന്നതിൽ ആഗ്രഹിക്കുന്ന വികൃതമാനസരുണ്ട്. അവർ പ്രചരിപ്പിക്കുന്ന കുറേയധികം വ്യാജ വാർത്തകളുണ്ട്. അതിലൂടെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന വലിയ ജനവിഭാഗങ്ങളുമുണ്ട്. അതിനെതിരെ വലിയ തരത്തിലുള്ള ഒരു പ്രതിരോധം തീർക്കേണ്ടത് മുഖ്യധാരാ മാധ്യമങ്ങളുടെ പങ്കുകൂടിയാണ്. എങ്ങനെയാണ് ഈ വാർത്തകൾ പ്രചരിക്കുന്നത്? ഇന്നലെ തന്നെ കണ്ടതാണ്, കറാച്ചിയിലടക്കം ജനവാസ കേന്ദ്രങ്ങളിലേക്ക് രാജ്യം ആക്രമണം നടത്തിയെന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരികയും ചെയ്തത് എങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്? എങ്ങനെയാണ് മുഖ്യധാരാ മാധ്യമങ്ങൾ ഇത്തരം വാർത്തകളെ കൈകാര്യം ചെയ്യുന്നത്? സിജു, ആദ്യമേ തന്നെ ഒരു സ്വയം വിമർശനപരമായി നമുക്ക് പറയാം, മുഖ്യധാര മാധ്യമങ്ങളും പോലും ഇതിൽ പിന്നോട്ടല്ല. കാരണം നമ്മുടെ ഇടയിൽ തന്നെയുള്ള മാധ്യമങ്ങൾ ഇന്നലെ രാത്രി മുതൽ ഇതുമായി ബന്ധപ്പെട്ട് INS വിക്രാന്തിൽ നിന്ന് കറാച്ചിയിലേക്ക് ഷെല്ലാക്രമണം നടത്തി, അവിടെ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തി, അവിടെ വലിയ രീതിയിലുള്ള ആൾനാശമുണ്ടായ തരത്തിലുള്ള വാർത്തകൾ പുറത്തുവിടുന്നു. കൂടാതെ ഇന്ത്യയിലെ ജലന്ധറിൽ പാകിസ്ഥാൻ ചാവേർ ആക്രമണം നടത്തി എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നു. ഈ വാർത്തകളെല്ലാം വലിയ രീതിയിലാണ്, വളരെ അതിവേഗമാണ്. ഞാൻ നേരത്തെ ആമുഖത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ തൊടുത്തുവിടുന്ന ആയുധങ്ങളെക്കാൾ വേഗത്തിലാണ് ഈ സാധാരണക്കാരിലേക്ക് എത്തുന്നത്. കാരണം ഉത്തരേന്ത്യയിൽ അറിയാം, വളരെ ഈ വിദ്യാഭ്യാസ മേഖലയിൽ വളരെയധികം പിന്നോക്കം നിൽക്കുന്ന പല സംസ്ഥാനങ്ങളുണ്ട്. നമ്മുടെ രാജ്യത്തിലുള്ള പല മേഖലകളുണ്ട്. അവർ ഈ നമ്മുടെ സംഘപരിവാർ നിയന്ത്രിത സംവിധാനങ്ങളുണ്ട്. ഈ സംവിധാനങ്ങൾ പറയുന്ന വാർത്തകൾ കണ്ണടച്ച് വിശ്വസിക്കപ്പെടുന്നു. കൂടാതെ ഈ വാട്സപ്പ് പോലെയുള്ള സാമൂഹിക മാധ്യമങ്ങളിൽ, ഫേസ്ബുക്ക് പോലെയുള്ള സാമൂഹിക മാധ്യമങ്ങളിൽ, ഇൻസ്റ്റാഗ്രാം പോലെയുള്ള മാധ്യമങ്ങളിൽ ഇത് വ്യാപകമായി ഷെയർ ചെയ്യപ്പെടുകയാണ്. INS വിക്രാന്തിൽ നിന്ന് ഇന്നലെ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തി, പാകിസ്ഥാനിലെ കറാച്ചി തുറമുഖം ഒരു ആക്രമണം നടത്തി എന്ന തരത്തിലുള്ള വാർത്തകൾ മുഖ്യധാരാ മാധ്യമങ്ങൾ, അതിൽ ദേശീയ മാധ്യമങ്ങളൊന്നും പിന്നോട്ടല്ല. ആജ് തക് പോലെയുള്ള മാധ്യമങ്ങൾ, നമുക്കറിയാം യുദ്ധകാലങ്ങളിൽ വ്യാജ ദേശീയത ഊതിപ്പെരിപ്പിച്ച് അതിൽ നിന്ന് നേട്ടം കൊയ്യുന്ന സംഘപരിവാറിൻ്റെ രീതിയുണ്ട്. അത് ഇവിടെയും വലിയ തരത്തിൽ പ്രയോഗിക്കപ്പെടുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും സുജു, അത് തന്നെയാണ്. കാരണം ഇതിൽ നിന്ന് ലക്ഷ്യമിടുന്നത്, ഇതിൽ നിന്നുള്ള രാഷ്ട്രീയ മുതലെടുപ്പ് തന്നെയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ അതൊരു വർഗീയ ധ്രുവീകരണത്തിനുള്ള ഒരു ശ്രമമാണ്. കാരണം വീഡിയോ ഗെയിമിലുള്ള ദൃശ്യങ്ങൾ പോലും, അതിലൊരു ഫ്ലൈറ്റ് സിമുലേറ്റർ എന്ന് പറയുന്ന വീഡിയോ ഗെയിമിലുള്ള ദൃശ്യങ്ങൾ പോലും ഇന്നലെ വ്യാപകമായ രീതിയിൽ ഇത് മലയാളത്തിലെ തന്നെ ഒരു മുഖ്യധാര മാധ്യമം, അത് വാർത്താ മാധ്യമം പുറത്തുവിട്ടിരുന്നു. അതിൽ തന്നെ മലയാളത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന അവകാശപ്പെടുന്ന ഒരു മാധ്യമത്തിൽ നിന്ന് ഭാഗത്ത് നിന്ന് വാർത്ത എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ വിമാനത്താവളങ്ങളും അടച്ചിടുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നു. ഇത് വലിയ രീതിയിൽ മറ്റു മാധ്യമങ്ങളിൽ ഷെയർ ചെയ്യപ്പെടുന്നു, വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ചർച്ച ചെയ്യപ്പെടുന്നു. വലിയ രീതിയിലുള്ള ജനങ്ങൾക്ക് ആശങ്ക സമ്മാനിക്കുന്ന വാർത്തകളാണ് ഇവയെല്ലാം. കാരണം ഇങ്ങനെ ഒരു ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തുള്ള എല്ലാ വിമാനത്താവളങ്ങളും ഇത് അനിശ്ചിതമായി അടച്ചിടുക എന്ന തരത്തിലേക്ക് പോകുന്നു എന്ന് വരുമ്പോൾ അത് ജനങ്ങൾക്കുണ്ടാകുന്ന ഒരു ആശങ്കയുണ്ട്. നേരത്തെ സിജു സൂചിപ്പിച്ച പോലെ തന്നെ ഇങ്ങനെയുള്ള വാർത്തകൾ ഫാക്ട് ചെക്കിംഗ് എന്നുള്ള നിലവിൽ ഇപ്പോൾ വരുന്നുണ്ട്. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഫാക്ട് ചെക്കിംഗ് നടക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും സ്വതന്ത്ര വ്യക്തികൾ ഫാക്ട് ചെക്കിംഗ് നടത്തുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ഇത് ഒരു പരിമിതമായ സംവിധാനങ്ങളാണ്. ഈ പരിമിതമായ സംവിധാനങ്ങൾ എത്താത്ത ചില ജനവിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന രാജ്യമാണ് നമ്മുടെ പല കോണുകളിൽ. ഈ ഒരു വ്യാജ വാർത്ത എത്തുമ്പോൾ അവർ ഈ സങ്കുചിതമായ താല്പര്യങ്ങൾ കൈയാളുന്ന ചില നിക്ഷിപ്ത താല്പര്യക്കാർ നമ്മുടെ രാജ്യത്ത് വസിക്കുന്നുണ്ട്. അവരുടെ ഒരു പ്രധാനമായ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഇതിൽ എങ്ങനെ ഒരു മുതലെടുപ്പ് നടത്താം, ഇതിലെങ്ങനെയാണ് കപടമായ ഒരു രാജ്യസ്നേഹം വിളമ്പി ഈ ഒരു വീഡിയോ ഗെയിം പോലെയുള്ള വാർത്തകൾ അല്ലെങ്കിൽ കൃത്രിമമായി സൃഷ്ടിക്കപ്പെടുന്ന വീഡിയോകൾ പരമാവധി പ്രചരിപ്പിച്ചുകൊണ്ട് എങ്ങനെ ഒരു രാഷ്ട്രീയ വർഗീയ മുതലെടുപ്പുകൾ നടത്താം എന്ന് തക്കം പാർത്തിരിക്കുന്ന ചില തൽപര കക്ഷികളുടെ നടത്തുന്ന കേന്ദ്രങ്ങളുണ്ട്. ഇവർ മുന്നിട്ട് നടത്തുന്ന ചില പ്രവർത്തനങ്ങളാണ് ഈ ഒരു വ്യാജ വാർത്താ നിർമ്മിതികളുടെ പിന്നിലുള്ളതെന്ന് അരുൺ PJ ആണ് ന്യൂസ് ഡെസ്കിൽ നിന്നുള്ള വ്യാജ വാർത്തകളുടെ കുത്തൊഴുക്കിനെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകിയത്.